ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു തലക്കറി കണ്ടാലോ? അതിനായിട്ട് ചൂരയുടെ തലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു വലിയ ചൂരയുടെ തല കട്ട് ചെയ്ത് വാങ്ങിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് നന്നായിട്ട് കഴുകിയെടുക്കണേ. നല്ല ഫ്രഷ് മീനായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ബ്ലഡുണ്ട്. ഇതിൽ കരളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല രീതിയിൽ. അപ്പം നമുക്കിതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം. ഒരു 6-7 വെള്ളത്തിൽ കഴുകിയെടുക്കുന്നുണ്ട്. കാരണം രക്തം നല്ല രീതിയിലുണ്ടായിരുന്നതുകൊണ്ട് തന്നെ നല്ല പാടായിരുന്നു കേട്ടോ ഇത് കഴുകിയെടുക്കാൻ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ തയ്യാറാക്കാം. സവാളയും തക്കാളിയും ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ഒരു വലിയ ഉരുളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിലേക്ക് എണ്ണ ചൂടായി വരുമ്പോൾ കടുകും ഉലുവയും പൊട്ടിച്ചെടുക്കാവേ. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ഉള്ളി, തക്കാളി, പുളി, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ക്രഷ് ചെയ്തതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. അതിനുശേഷം നമുക്കിതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് കറിവേപ്പില ചേർക്കാവുന്നതാണ്. ഞാനിപ്പോഴേ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള നമുക്ക് പൊടികളൊക്കെ എടുക്കാവേ. മുളക് പൊടി ഒരു 4 ടേബിൾ സ്പൂണും മല്ലിപ്പൊടി ഒരു 2 ടേബിൾ സ്പൂണും എടുത്തിട്ടുണ്ട്. പിന്നെ എടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. ഇത് ഒരു ടീസ്പൂൺ മതി കേട്ടോ. അതുപോലെ മല്ലിപ്പൊടി എടുത്തു. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ മതിയേ. അതിനുശേഷം നമുക്കിത് നമ്മുടെ തയ്യാറായി വന്ന അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ കൈവിടാതെ എടുക്കണം, അല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോവേ. കൈവിടാതെ ഇളക്കി കൊടുക്കണം. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് മുളക് പൊടിയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവും കേട്ടോ. അപ്പോഴത്തേനും നമുക്ക് ഇതിലേക്ക് വേണ്ടി തേങ്ങാപ്പാൽ തയ്യാറാക്കണം കേട്ടോ. ഇപ്പം നല്ല ചൂടാണ്, അതുകൊണ്ട് തന്നെ അടുക്കളയിലൊന്നും ഒരുപാട് നേരം നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കൊടുത്ത് ഇതിനകത്തുള്ള കട്ടകളൊക്കെ നമുക്ക് മാറ്റി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അതിനുശേഷം നല്ല തിളയൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ തല മുങ്ങിക്കിടക്കാൻ പാകത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് തിളച്ച് വരാൻ കാത്തിരിക്കണം. ഇത് നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് തലകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. തലകളൊക്കെ മാത്രമേ ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നുള്ളൂ. കരളും പരിഞ്ഞിലും മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതൊരു പകുതി വേവാകുമ്പോൾ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കലങ്ങിപ്പോവും. അപ്പോൾ തലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ച് വെക്കണേ. അടച്ച് വെച്ച് ഒരു 30 മിനിറ്റ് ആയിക്കഴിയുമ്പം നമ്മുടെ തലക്കറി ഇവിടെ തയ്യാറാവുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇതുപോലുള്ള വീഡിയോകൾ വേണമെങ്കിൽ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. അതിനുശേഷം നമുക്ക് ഇത് അടച്ച് വെക്കാം. നമ്മൾ കരളിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു പകുതി വേവൊക്കെ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ കരളും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മുടെ ഇവിടെ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത്